സാർ, ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ സഹപാഠികൾ, അതുപോലെ തന്നെ സഹപാഠികൾ ഒരു സഹപാഠിയെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രൂരമായിട്ട് തല്ലിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വലിയ പ്രതിഷേധമാണ് സൈബർ ലോകത്തും അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് KSUവിൻ്റെയും MSFൻ്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്, കുറ്റാരോപിതർക്ക് പരീക്ഷകൾ എഴുതുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വിലക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിയമം കൃത്യമായി അതിനെ ഡിവൈഡ് അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് നിയമം ഈ കാര്യത്തിൽ, ഭരണഘടന പറയുന്നത്? ഇത്തരം കേസുകൾ വരുന്നത് ജുവനൈൽ കോടതികളിലാണ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെയാണ്. നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു വരുന്നവരെ പ്രതി എന്ന് പോലുമല്ല പറയുന്നത്. ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, CCL എന്ന് മാത്രമാണ് പറയുന്നത്. അവരെ പ്രതി എന്ന് പോലും പറയുന്നില്ല. പിന്നെ അവരെ താമസിപ്പിക്കുന്നത് പോലും ജയിലിലല്ല, ജുവനൈൽ ഹോമുകളിലാണ്. ഈ കുട്ടികളുടെ അജ്ഞത പോലെ തന്നെ പ്രധാന ചോദ്യം ഇത്തരം കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിൽ, കുട്ടികളുടെ അജ്ഞത പോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇക്കാര്യത്തിൽ അജ്ഞരാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് വിദ്യാർത്ഥി സംഘടനകൾ തന്നെ പറയുന്നത്. അത് തന്നെ ഒരു വിരോധാഭാസമാണ്. കാരണം ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരിക്കലും മുടക്കാൻ പാടില്ല എന്നാണ്. കുറ്റകൃത്യം എന്തുമായിക്കോട്ടെ, പക്ഷേ ഈ പറയുന്ന ജുവനൈൽ CCL ആയിട്ടുള്ള ജുവനൈൽ JJBയിൽ വിചാരണ നടക്കുന്ന, ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചിരിക്കുന്ന എന്ത് തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ പരീക്ഷയോ മുടങ്ങാൻ പാടില്ല എന്ന് ഇത്തരം കോടതികളിൽ വ്യക്തമായ, അല്ലെങ്കിൽ നിയമത്തിൽ ഇത്തരം വ്യക്തമായ നിഷ്കർഷ പുലർത്തുന്നുണ്ട്. കാരണം എനിക്കിതിനെ നേരിട്ടറിയാമെന്ന് പറയാൻ കാരണം, ഞാൻ 2020 പത്തനംതിട്ട ജില്ലയിലെ പ്ലാന്റേഷൻ മേഖലയായ കൊടുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കുട്ടികൾ ചേർന്ന്, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആ കേസിൽ ആ കുട്ടികളുടെ അഭിഭാഷകനായിരുന്നു. അപ്പോൾ അന്ന് ആ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാനുള്ള, പരീക്ഷ എഴുതാൻ ആവശ്യമായ കാര്യങ്ങൾ അന്ന് കോടതികൾ തന്നെ ഉറപ്പുവരുത്തി. അതിനുവേണ്ടി കുട്ടികൾക്ക് ജാമ്യം പോലും കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യത്തിൽ നമ്മൾ അവെയറല്ല, നമ്മൾ അജ്ഞരാണ് എന്നുള്ളതാണ്. അത് നമ്മൾ അജ്ഞരാണ് എന്നുള്ളതിനെക്കാട്ടിൽ അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥി സംഘടനകൾ അജ്ഞരാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അവിടെ പ്രതിഷേധം മുഴക്കുന്നത്. നമ്മൾ ഇതിനകത്തിൽ പരിശോധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ, ഇതാണ് നമ്മൾ വിദ്യാർത്ഥി സംഘടനകളും പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുട്ടികൾ കൂടുതലായി ഏർപ്പെടുന്നത്? ഒന്ന്, പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പം അധ്യാപകർക്ക് വടിയെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷ വന്നതിന് ശേഷം കുട്ടികൾക്ക് പുറത്ത് അധ്യാപകർക്ക് പോലും യാതൊരു നിയന്ത്രണവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ രക്ഷിതാക്കൾ കുട്ടികൾ കൊടുക്കുന്ന അമിതമായ സ്വാതന്ത്ര്യം, പണ്ട് രക്ഷിതാക്കൾ അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നത് അമിത സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗമോ, അവർക്ക് ഏറ്റവും കൂടിയ ടെലിഫോണ്, സ്മാർട്ട് ഫോണുകൾ, ഇതെല്ലാം രക്ഷിതാക്കൾ അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം കുട്ടികളുടെ സൗഹൃദങ്ങളിൽ, പണ്ട് ഒരു കുട്ടി, പഴയ തലമുറയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, അയാളുടെ കൂട്ടുകാരാരൊക്കെയാണെന്ന് ഈ അച്ഛനോ അമ്മയ്ക്കോ വ്യക്തമായി അറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൂട്ടുകാരെ പറ്റി, അവൻ ആരുമായിട്ടൊക്കെ സഹകരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി രക്ഷിതാക്കൾക്ക് കൃത്യമായ ഒരു ധാരണയില്ല. അപ്പം കുട്ടികൾ ആരുമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ വരുന്ന ശാരീരികമായ പ്രത്യേകതകൾ, കുട്ടികളുടെ ലഹരി ഉപയോഗം പോലെയുള്ള സംഗതികൾ, ഇതൊന്നും കണ്ടെത്താൻ പലപ്പോഴും ഈ സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും കാരണം സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചെങ്കിലല്ലേ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ പണ്ട് അധ്യാപകർ കുട്ടികളെ കർശന നിലപാടെടുക്കുകയും അല്പം ശകാരിക്കുകയും ചൂരിൽ കൊണ്ടൊരു അടി കൊടുക്കുകയും ചെയ്താൽ രക്ഷിതാക്കൾ ആ അധ്യാപകനൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് ഈ പറയുന്ന അധ്യാപകനെതിരെ പരാതിയുമായി കുട്ടിയെക്കാട്ടിൽ മുമ്പിൽ ആദ്യം ഇറങ്ങുന്നത് രക്ഷിതാക്കളാണ്. അപ്പം കാലാനുസൃതമായ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവുകയും ഇൻ്റർനെറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ സൈബർ, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത്തരത്തിൽ കുട്ടികളിലെ കുറ്റവാളികൾ 2020 ഞാൻ അന്ന് അത്തരത്തിൽ ആ ഒരു കേസ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുന്ന സമയത്ത് ആ കേസിൻ്റെ കാലഘട്ടത്തിൽ നിന്നും
വ്യത്യസ്തമായി 2021, 22, 23 കാലഘട്ടമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കേരള സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത്. നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, വാർത്തകളും വായിച്ചിട്ടുണ്ടാവും. ഫിലാഡൽഫിയയിൽ തോക്കുമായി എത്തിയ വിദ്യാർത്ഥി സഹപാഠിയെ വെടിവെച്ചു കൊന്നു. കാലിഫോർണിയയിൽ തോക്കുമായി എത്തിയ 5ാം ക്ലാസ്സുകാരൻ അധ്യാപികയെ വെടിവെച്ചു. ടെക്സാസിലും ഹൂസ്റ്റണിലും ഒക്കെ കിടക്കുന്ന സംഗതികളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറിച്ച് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നമ്മൾ എന്തിനും കുറ്റപ്പെടുത്തുന്ന യു.പിയിലോ പോലും ഇത്തരത്തിലുള്ള കുട്ടികളിലേക്ക് അക്രമ പ്രവണത ഇത്രയും ഇല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇതുപോലെ തന്നെ ഇപ്പം ഈ കുട്ടികളുടെ പ്രവണതകളെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ 18 വയസ്സ് പൂർത്തിയായ +2 കഴിഞ്ഞ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്ന നേഴ്സിംഗ് സ്കൂളുകളിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. വളരെ കിരാതമാണ്. കോട്ടയത്തെ ഒരു നേഴ്സിംഗ് സ്കൂളിലെ ഇതെല്ലാം നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മൊത്തത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികളിലും മുതിർന്ന കൗമാരക്കാരിലും വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ താമരശ്ശേരിയിലെ കേസിനകത്ത് ലഹരി ഒരു വലിയ സംഗതിയാണെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും, പക്ഷേ അടുത്ത സമയത്ത് ലഹരിയുടെ ഉപയോഗം സ്കൂൾ കുട്ടികളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പരിസരത്ത് സ്കൂളിൻ്റെ സമീപ സ്ഥലങ്ങളിൽ ലഹരി മാഫിയകൾക്ക് ഒരു സജീവ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ അന്തരീക്ഷം മാറുകയാണ്. നമ്മുടെ കൈപ്പിടിയിൽ നിന്നും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതായത് ഈ താമരശ്ശേരിയിലെ ഈ കേസിൽ നഞ്ചക്ക് ഉപയോഗിച്ചാണ് അടിച്ചത്. നഞ്ചക്ക് ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് ഈ കുട്ടിയുടെ തലയോട്ടി പൊട്ടിയിട്ടാണ്, ചെവിക്ക് മുകൾ ഭാഗത്തായിട്ട് തലയോട്ടി പൊളർന്നിട്ടാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അവസാനം ഈ കുട്ടി പറഞ്ഞത് എൻ്റെ തല പെരുക്കുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആ കുട്ടി മരണത്തിലേക്ക് പോകുന്നത്. അപ്പം ഈ നഞ്ചക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ കുട്ടികൾ, അതായത് ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഒരു ആൾക്കൂട്ടം കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കേസ് വരാനുള്ള സാധ്യതയില്ല എന്ന് ഈ കുട്ടികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു സംഭാഷണമാണ്. രണ്ടാമത്തത്, ഇതിലുള്ള ഈ നഞ്ചക്ക് കണ്ടുപിടിച്ച വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുട്ടിയുടെ പിതാവ് ഒരു ഗുണ്ടാ ഗ്യാങ്ങുമായിട്ട്, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഗുണ്ടാ ഗ്യാങ്ങുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്ന് ഫോട്ടോകളിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞെടുത്ത് നിന്നാണ് രക്ഷിതാക്കൾ ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പോവില്ലല്ലോ എന്നൊരു ന്യായമായ ചോദ്യമുണ്ട്. അതൊരു ഗൗരവകരമായ കാര്യമല്ലേ? ഈ പലപ്പോഴും ഇത്തരം കേസുകൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി ഇതിനകത്തിൽ ഇപ്പം 8 പേര് ചേർന്ന്, 8 വിദ്യാർത്ഥികൾ ചേർന്ന്, അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികൾ ചേർന്ന്, അല്ലെങ്കിൽ 2 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യമോ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും പേരിനകത്ത് ഈക്വലി റെസ്പോൺസിബിൾ ആയിരിക്കണമെന്നില്ല. ഇതിനകത്തിൽ മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള ക്രിമിനൽ വാസനയുള്ള 1-2 കുട്ടികൾ മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. പക്ഷേ ഇവരെ കൂടി ഇതിനകത്ത് അവർ കൊച്ചു കുട്ടികളാണ്. നമ്മൾ അവരുടെ ഭാഗം കൂടി നോക്കണം. സ്വാഭാവികമായിട്ടും ഒരുമിച്ചൊരു ഗ്യാങ്ങായി പോയി ഇതിൻ്റെ കോൺസിക്വൻസിനെ പോലും അറിയാതെ, കോൺസിക്വൻസ് അറിയാവുന്ന 1-2 പേര് ഈ സംഘത്തിലുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ കോൺസിക്വൻസിനെ പറ്റി പോലും അറിയില്ല. പലപ്പോഴും ഇത്തരം കേസുകളിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. ക്രിമിനൽ വാസനയുള്ള കുറച്ച് പേരെ ഇതിനകത്തുണ്ടാവുകയും ബാക്കി കുട്ടികൾ സാഹചര്യവശാൽ സൗഹൃദത്തിൻ്റെ പുറത്തോ മറ്റു തരത്തിലോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ പ്രതിഭ MLA മകൻ്റെ കേസ് ഇതുമായി കമ്പയർ ചെയ്ത് പറയേണ്ട കാര്യമല്ലെങ്കിൽ പോലും 9 കുട്ടികൾ ഇരുന്ന് 18 വയസ്സോ 19 വയസ്സോ ഒക്കെയുള്ള 9ഓളം പേര് ഒരു ഗ്രാമപ്രദേശത്തിരുന്ന് അതിനകത്തൊരു ഒരുത്തൻ്റെ കൈവശം വളരെ ചുരുങ്ങിയ അളവിൽ ഒരാൾക്ക് വലിക്കാൻ പരുവത്തിൽ മാത്രമുള്ള കഞ്ചാവ് ഉണ്ടായിട്ട് ആ 9 പേരും ഇതിനകത്ത് ഇൻവോൾവായി. പോലീസ് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനാണ് ശ്രമിച്ചത്. പോലീസ് ശ്രമിച്ചത് ഇതിനകത്ത് ഈ കഞ്ചാവ് കണ്ടെത്തിയതിൻ്റെ ഒരു വീരസാഹസിയെ കൃത്യമായി പോലീസ് എക്സൈസ് അതിനെ നാട്ടിലേക്ക് മാധ്യമങ്ങളിലേക്ക് ബൈറ്റ് കൊടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അതിനകത്ത് കാണിച്ചത്. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ അന്വേഷണങ്ങൾ പലപ്പോഴും പ്രോപ്പർ ആയിരിക്കില്ല. ഇപ്പം ഈ വാട്സപ്പിലോ ഒക്കെയുള്ള ചാറ്റുകൾ കണ്ടേക്കാം. നമ്മൾ കൂട്ടായിട്ട് ഒരാളെ ആക്രമിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുത്തനെ അവനെ കൂട്ടായി ആക്രമിച്ചാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികളോ ഇതിനകത്തുണ്ടാവും. അത് ചിലപ്പോൾ അച്ഛൻ ക്രിമിനൽ വാസനയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടി ക്രിമിനൽ വാസനയുള്ള ആളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം.
പക്ഷേ കേരളത്തിൻ്റെ ഈ പോക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കാണ്. ഇത് പിന്നെ പലപ്പോഴും നമുക്ക് കുട്ടികളായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ ഒരിക്കലും നമുക്ക് പ്രതിയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. കൂട്ടുകാരോ നിയമവുമായി സമരസപ്പെടാത്ത അല്ലെങ്കിൽ ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് മാത്രമേ അവരെ പറയാൻ പറ്റൂ. അവർക്ക് എല്ലാവിധമായ കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അവകാശങ്ങളും അവർ അർഹരാണ്. അവർക്ക് പരീക്ഷ എഴുതാം, അവരെ ജുവനൈൽ ഹോമിൽ മാത്രമേ പാർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് എല്ലാവിധമായ ആ നിയമത്തിൻ്റെ പരിധിക്കകത്തു നിന്നുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് കൽപ്പിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റാണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇത് ഒരു മാറ്റം വരണമെങ്കിൽ ഇത് പിന്നെ പോലീസിംഗിൽ മാറ്റം വരേണ്ടതല്ല. യഥാർത്ഥത്തിൽ ഇത് മാറ്റം വരേണ്ടത് വീടുകളിൽ നിന്നും ഇതിന് മാറ്റം ഉണ്ടാവണം. കാരണം കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുന്ന, കുട്ടികളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന, അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വീട്ടിൽപ്പെട്ട ഒരു കുട്ടി ഒരിക്കലും ഇത്തരത്തിൽ ഒരു മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോവുകയില്ല. കുട്ടികളുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലോ ലഹരി കടത്തുകളിലോ അല്ലെങ്കിൽ ലഹരി ഉപയോഗങ്ങളിലേക്കൊക്കെ കുട്ടികൾ പലപ്പോഴും പോകുന്നത്. അത് സർക്കാരിനെ നമ്മൾ പഴിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞു ക്രൈം റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ സംസ്ഥാനത്തിനകത്തിലെ സാമ്പത്തിക ഘടനയും ഒരു വലുതാണ്. കാരണം നമ്മുടെ സംസ്ഥാനം സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടോ താരതമ്യ പഠനം നടത്തുമ്പോൾ കേരളം ഒരു സമ്പന്നമായ സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ സമ്പന്നതയുടെ ഒരു അതിപ്രസരത്തിൽ പലപ്പോഴും കുട്ടികളെ പിന്നെ നമ്മൾ പിന്നെ സർക്കാർ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ കയറുന്ന അധ്യാപകർക്ക് പലപ്പോഴും നമുക്കറിയാം, അധ്യാപകർ 50 ലക്ഷം 60 ലക്ഷം കൊടുത്തിട്ട് കയറുന്ന അധ്യാപകരാണ്. അവർക്ക് എത്രമാത്രം കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും? അല്ലെങ്കിൽ അവർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സ്കൂളിൽ ജോലി ചെയ്യും? ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത എയ്ഡഡ് സ്കൂളുകളിൽ കയറുന്ന അധ്യാപകർ അവരെത്ര മാത്രം നമ്മൾ പിന്നെ അവരെ സമ്മർദ്ദം ചെലുത്തിയാലും അവരൊരു പരിധിക്കപ്പുറത്തേക്ക് അവരൊരിക്കലും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടില്ല. രക്ഷകർത്താക്കൾ ഇടപെടാത്തടത്ത് അധ്യാപകർ ഇടപെടണമെന്ന് പറയുന്നതിനകത്തിന് ന്യായവുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കണം. അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു പോംവഴി എന്നുള്ളിടത്തേക്കും അതിനോടൊപ്പം സർക്കാരുകളും പോലീസും ഒക്കെ ചേർന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്തായാലും ആ രീതിയിലേക്ക് മാറട്ടെ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വരുന്ന മാറ്റങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് കുടുംബങ്ങളിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഒരുപാട്